സോ പാർട്ണർഷിപ്പ് ചാപ്റ്ററിലെ ആദ്യത്തെ ക്രക്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും, ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ക്യൂക്ക് കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനൊരു സിമ്പിൾ വേർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എന്ത്? സോങ് എന്ന് പറയും. എന്താ പറയാ? സോങ്. SONG. സോങ് എന്ന് പറയും. സാറേ സോങ് എന്ന് പറയുമ്പോൾ എന്താ സാറേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ അത് ഇവിടെ ഞാൻ എഴുതി തരാം. എസ് ഫോർ സാക്രിഫൈസിങ് റേഷ്യോ, O for old ratio, N for new ratio, and G for gaining ratio. ഓക്കെ, സോ സോങ് എന്നതിന്റെ ഫുൾ ഫോം ആണ് ഞാൻ ഇപ്പൊ ഇവിടെ നിലവിൽ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാ പറയാ? എസ് ഫോർ സാക്രിഫൈസിങ് റേഷ്യോ, O ഫോർ ഓൾഡ് റേഷ്യോ, N ഫോർ ന്യൂ റേഷ്യോ ആൻഡ് G ഫോർ ഗെയിനിങ് റേഷ്യോ. സോ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനും ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനും അപ്ലൈ ചെയ്യാൻ പറ്റുക? വളരെ വളരെ സിമ്പിൾ ആണ്. ഇതാ നോക്കൂ, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ ചെയ്യും. ഓക്കെ അല്ലേ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഓൾഡ് മൈനസ് ന്യൂ ചെയ്യും. ഇനി ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ന്യൂ മൈനസ് ഓൾഡ് ചെയ്യും. സാർ എന്ന് വെച്ചാൽ SON, സാക്രിഫൈസ് കണ്ടുപിടിക്കാൻ N വരെ നമ്മൾ ഇങ്ങോട്ട് വരും. SON വരെ. ഓക്കെ, ഇനി ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എവിടം വരെ വരും? O വരെ. ജിയിൽ നിന്ന് O വരെ വരും. ഇപ്പൊ ഓക്കെ ആണോ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനും ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനും ഇത്ര സിമ്പിൾ ഒരൊറ്റ കീവേഡിൽ കഴിഞ്ഞു. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഓൾഡ് മൈനസ് ന്യൂവും, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ന്യൂ മൈനസ് ഓൾഡും. ഇതാ സിമ്പിൾ ആയിട്ട് ഞാനൊരു ഇതായിട്ട് തന്നെ വരച്ചു തരാം നിങ്ങൾക്ക്. സാക്രിഫൈസിങ്ങിന് ഓൾഡ് മൈനസ് ന്യൂവും, ഗെയിനിങ് റേഷ്യോക്ക് ന്യൂ മൈനസ് ഓൾഡ്. ഇത്ര സിമ്പിൾ ആയിട്ട് കാര്യം കഴിയും. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം, നമുക്കത് കിട്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ഐ ഹാവ് 3 പാർട്ട്നേഴ്സ് കോൾഡ് A, B ആൻഡ് C. അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ആൻഡ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 7:3:2 ആണ്. നമ്മളോട് അവർ ക്വസ്റ്റ്യൻ പറയാണ്, ക്വസ്റ്റ്യൻ അവർ തന്നിരിക്കുകയാണ്, നമ്മളോട് പറയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെന്ന്? നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തണം എന്ന് പറയാണ്. ഗെയിനിങ് റേഷ്യോ കണ്ടെത്തണം. സോ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എവിടുന്ന് എങ്ങോട്ടേക്കാ പോകേണ്ടത്? ജിയിൽ നിന്ന് ഓയിലേക്ക് എത്തണം. സോ N മൈനസ് O ചെയ്യണം. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. സോ നമുക്ക് എഴുതാം, ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ആദ്യം എയുടെ ന്യൂ റേഷ്യോ എത്രയായിരുന്നു? 7:3:2 ആണ്. സോ 7/12 ന്യൂ റേഷ്യോ മൈനസ് ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം ന്യൂ മൈനസ് ഓൾഡ്. അപ്പൊ നമുക്ക് ഗെയിൻ കിട്ടും. അപ്പം എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 7/12 ആണ്. മൈനസ് ആരായിട്ട് ചെയ്യണം? ഓൾഡ് റേഷ്യോ ആയിട്ട് ചെയ്യണം. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/6 ആണ്. സോ 3/6 ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇൻറ്റു 2 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സോ ആൻസർ വിൽ ബി 7 മൈനസ് 6/12 വിച്ച് ഇസ് ഈക്വൽ ടു 1/12 ആണ് ആര് ഗെയിൻ ചെയ്തത്? എ ഗെയിൻ ചെയ്തത്. ഓക്കെ അല്ലേ? 1/12 ആണ് എ ഗെയിൻ ചെയ്തത്. ഇനി ബിയുടെ കേസില് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/12 ആണ്. ആൻഡ് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 2/6 ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 3/12 ആണ് ന്യൂ റേഷ്യോ മൈനസ്
2/6 ആണ് ഓൾഡ് റേഷ്യോ. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇൻറ്റു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 3 - 4 ഹോൾ ഡിവൈഡഡ് ബൈ 12 അടിച്ചു. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? -1/12 കിട്ടും. അപ്പൊ നെഗറ്റീവ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് സാക്രിഫൈസ് ചെയ്യുക എന്നാണ്. ഇനി സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്തുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അയാള് ഗെയിൻ ചെയ്യുക എന്നാണ്. ഓക്കെ അല്ലേ? സോ ഈ കേസിൽ ബി എന്ത് ചെയ്യാണ്? -1/12 സാക്രിഫൈസ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഒരാൾ പാടും കൂടെ ഉണ്ട്. നമുക്ക് ആരാണത്? സി ആണുള്ളത്. അപ്പൊ സിയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2/12 ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ്. സോ 2/12 മൈനസ് 1/6 ഡിനോമിനേറ്റർ സെയിം ആക്കുക ഇൻറ്റു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 - 2 ഹോൾ ഡിവൈഡഡ് ബൈ 12 വിച്ച് ഇസ് ഈക്വൽ ടു 0/12. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നോ ഗെയിൻ നോ സാക്രിഫൈസ്. ഓക്കെ ആണോ? സംഭവം സിമ്പിൾ അല്ലടാ. ഈസി ആയിട്ട് ഗെയിനില്ലേ? ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതേ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ വെച്ചിട്ട് നിങ്ങളൊന്ന് ഗെയിനിങ് കൂടെ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വാട്സപ്പിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഫോർ മോർ ക്രക്സ് വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.